നമസ്കാരം. ബയോസ്കോപ്പ് 20സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ചാണ്. എന്താണ് ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിഷ്യൂസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ആണ് വിച്ച് പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിലുള്ള ടിഷ്യൂസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് അടുത്തത് മെച്യൂർ ടിഷ്യൂസ് അല്ലെങ്കിൽ പെർമനൻറ്റ് ടിഷ്യൂസ്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്നും പെർമനൻറ്റ് ടിഷ്യൂസ് എന്നും. എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്? ഇതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ സ്ട്രക്ചർ. ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഒരു ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ആണല്ലേ ഇവിടെ കാണാൻ കഴിയുന്നത്. ആ സെൽസിന് ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. അവർ അടുക്കി വെച്ചിരിക്കുന്നവർ, അതായത് ഇൻട്രാസെല്ലുലാർ സ്പേസ് ഒന്നുമില്ല, അത് അടുക്കി വെച്ച പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, ഇവിടെ സെൽസ്, അതായത് ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്ന സെൽസുകൾ ചേർന്നിട്ടാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവിടെയുള്ള സെൽസ് ലിവിങ് ആണ്, അൺഡിഫറൻഷ്യേറ്റഡ് ആണ്. എന്താണ് ഈ അൺഡിഫറൻഷ്യേറ്റഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, അൺഡിഫറൻഷ്യേറ്റഡ് കണ്ടീഷനിലാണത് ഡിവിഷൻ കാണിക്കുന്നത് അല്ലേ. അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു മെച്യൂർ ടിഷ്യൂ ആയിട്ട് മാറി, അതൊരു പെർമനൻറ്റ് ടിഷ്യൂ ആയിട്ട് മാറുകയാണ്. പിന്നീട് അത് ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള ടിഷ്യൂസാണ്. ഇവയുടെ ഡിവിഷൻ കാരണമാണ് സെൽസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് അൺഡിഫറൻഷ്യേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വിച്ച് ഈസ് ആക്റ്റീവ്ലി ഡിവൈഡിങ്. അതുപോലെ തന്നെ ഇവിടെയുള്ള സെൽസ് സ്മോളും ഐസോഡയാമെട്രിക് ആണ്, അതായത് സിമിലർ സൈസിലും ലെങ്ത്തിലൊക്കെയുള്ള സെൽസാണ്. ആ പിക്ചർ കണ്ടത് ഓർക്കുന്നില്ലേ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, ഇവിടെയുള്ള സെൽസ്, ആ സെൽസിലെ സെൽ വോള് വളരെ തിന്നും പ്രൈമറി ഇൻ നേച്ചറാണ്. അതായത് തിൻ വോൾഡ് ആയിട്ടുള്ള സെൽ വോളായിരിക്കും കാണുന്നത്. സെല്ലോസിക് ആയിട്ടുള്ള സെൽ വോളായിരിക്കും. സെക്കൻഡറി തിക്കനിങ് ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല. പിന്നെ സെൽസ് ക്ലോസ്ലി പാക്ഡ് ആണ്, അവിടെ ഇൻ്റർ സെല്ലുലാർ സ്പേസ് ഉണ്ടാവുന്നില്ല അല്ലേ. നമ്മൾ ആ പിക്ചർ കണ്ടത് ഓർക്കുന്നുണ്ടാവും. സെൽസ് അടുക്കി വെച്ചിരിക്കുകയാണ്, അവിടെ അതിന് സെൽസുകൾക്കിടയിൽ സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ നോ ഇൻ്റർ സെല്ലുലാർ സ്പേസസ് എന്ന് പറയുന്നത്. ഇവിടെ സൈറ്റോപ്ലാസം ഉണ്ടെന്നറിയാമല്ലോ അല്ലേ. ഈ സൈറ്റോപ്ലാസം ഇവിടെ മെറ്റബോളിക്കലി ആക്റ്റീവാണ്. അതുകൊണ്ടാണല്ലോ ഇവ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അടുത്തത്, ഇവിടെ ന്യൂക്ലിയസ് ലാർജും പ്രൊമിനൻറ്റും ആണ്. നമുക്കറിയാം ലാർജ് ന്യൂക്ലിയസ് നമ്മൾ ആ സെല്ലുകളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ വാക്യൂൾസ് ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെ സ്മോളാണ്. ഓക്കെ, പ്ലാന്റ് സെല്ലിനകത്ത് വാക്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാലോ. ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള വാക്യൂൾസ് ആയിരിക്കും കാണാൻ കഴിയുക. പക്ഷേ ഇവിടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ അല്ലെങ്കിൽ അവിടെ സെൽസിൽ വാക്യൂൾസ് ആബ്സെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ സ്മോൾ ആയിരിക്കാം. ഈ സെൽസിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഒന്നും തന്നെ സ്റ്റോർ ചെയ്തിട്ടില്ല, അതായത് ഫുഡ് മെറ്റീരിയൽസ് ഒന്നും തന്നെ സ്റ്റോർ ചെയ്തിട്ടില്ല. ഇത് പുതിയ സെൽസിനെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഡിവിഷനിലൂടെ പുതിയ സെൽസിനെ ഉണ്ടാക്കുന്നു, അങ്ങനെ പ്ലാന്റ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കാണുന്നത് എപ്പിക്കൽ പൊസിഷൻ, ഇൻ്റർകാലറി പൊസിഷൻ, ലാറ്ററൽ പൊസിഷൻ, അതായത് അതിനനുസരിച്ച് ഇതിനെ എപ്പിക്കൽ, ഇൻ്റർകാലറി ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയാം. പെർമനൻറ്റ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്നാണ്. പെർമനൻറ്റ് ടിഷ്യൂസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. അതായത് പാരൻകൈമ, കോളൻകൈമ അങ്ങനെയുള്ള ടിഷ്യൂസാണ് പെർമനൻറ്റ് ടിഷ്യൂസ്. ഇത്തരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ടാകുന്നത് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ അല്ലെങ്കിൽ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്നാണ്. അതുകൊണ്ട് തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ ഫോർമേറ്റീവ് ടിഷ്യൂ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ പിക്ചേഴ്സ് ഒന്നുകൂടെ നോക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലായെങ്കിൽ ബയോസ്കോപ്പ് 20s എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.